കാസർഗോഡ് കാഞ്ഞങ്ങാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിയെ തിരിച്ചറിഞ്ഞതായി പോലീസ്. പടന്നക്കാട് ഒളിഞ്ഞവളപ്പിൽ താമസിക്കുന്ന കുടക് സ്വദേശിയായ യുവാവാണ് പ്രതി. പ്രതിയുടെ ബന്ധുവാണ് നിർണായക വിവരം പോലീസിന് കൈമാറിയത്. ഇയാൾ മുൻപും പോക്സോ കേസിൽ പ്രതിയാണ്. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, വിപുലമായ അന്വേഷണ സംഘം, വിശദമായ പരിശോധന, ഒരാൾ കസ്റ്റഡിയിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത വന്നു. ഇപ്പോൾ ഇത് പ്രതി തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്നുണ്ടോ പോലീസ്? വേണു, പ്രതി തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. കുടക് സ്വദേശിയാണ്, 36 വയസ്സാണ്. അയാൾ നേരത്തെയും ഇത്തരത്തിൽ പോക്സോ കേസുകളിൽ ഉൾപ്പെട്ടയാളാണെന്നാണ് അന്വേഷണ സംഘം നൽകുന്നത്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പ്രതിക്ക് വേണ്ടിയുള്ള തെരച്ചിലായിരുന്നു പോലീസ്. 36 അംഗ അന്വേഷണ സംഘത്തെയാണ് ഇതിനുവേണ്ടി തയ്യാറാക്കിയിരുന്നത്. കാഞ്ഞങ്ങാട് അന്വേഷണ സംഘത്തിന്റെ തലവനായി ഉണ്ടായിരുന്നു. ഇപ്പോൾ പോലീസിനെ ആ ഘട്ടം മുതൽ ഈ പ്രദേശവാസികളിൽ ഒരാൾ തന്നെയാണ് ഈ പ്രതി എന്നൊരു നിഗമനമുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ തെരച്ചിൽ മുഴുവൻ. ഈ 300 CCTVകൾ പോലീസ് പരിശോധിച്ചു. 500ലധികം വീടുകൾ, അതായത് ഈ തീരദേശ മേഖല കൂടി ഉൾപ്പെടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ 500ലേറെ വീടുകൾ പോലീസ് പരിശോധന നടത്തി. ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ, ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട ആളുകളെയൊക്കെ പോലീസ് ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒടുവിലാണ് ഈ കുടക് സ്വദേശിയിലേക്ക് പോലീസ് എത്തിച്ചേർന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ പ്രതിയുടെ ബന്ധു തന്നെയാണ് ഈ വിവരം പോലീസിനെ അറിയിച്ചതെന്നും അന്വേഷണ സംഘം പറയുന്നുണ്ട്. ഒപ്പം ഈ CCTV പരിശോധനയിൽ നിർണായകമായ തെളിവുകൾ പോലീസിന് ലഭിച്ചു. ഈ കുട്ടിയുടെ വീടിന് സമീപത്ത് തന്നെയാണ് ഇയാൾ താമസിക്കുന്നത്. കാഞ്ഞങ്ങാട് പടന്നക്കാടുള്ള ഈ കുട്ടിയുടെ 10 വയസ്സുകാരിയുടെ വീടിന് സമീപത്ത് തന്നെയാണ് ഇയാൾ താമസിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. കുടക് സ്വദേശിയായ ഇയാൾ വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ വന്ന് ഇവരെ വിവാഹം ചെയ്തതിനു ശേഷം ഇവിടെ സ്ഥിരതാമസമാക്കുകയായിരുന്നു. ഈ പ്രതി ഇത്തരത്തിലുള്ള ഒരു സ്വഭാവമുള്ളയാളാണെന്ന് അന്വേഷണ സംഘം പറയുന്നുണ്ട്. എന്നാലും പ്രതിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇയാൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത ഒരാളാണ്. അതായത് സ്ഥിരമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്ത ആളാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലിനെ പോലീസ് സാധിക്കുന്നില്ല. പക്ഷേ ഈ പ്രതി ഇപ്പോൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. വേണു, അരുൺ പാറയ്ക്കലാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്.